ഇന്ന് ഫാമിലി വീക്ക് തുടങ്ങിയേക്കുവാണ് അല്ലേ? ഞാൻ ഇന്നലത്തെയും കൂടി എപ്പിസോഡിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഫാമിലി വീക്ക് തുടങ്ങിയേക്കുവാണ്. അപ്പോൾ 9th വീക്കായി ഫാമിലി വീക്ക് തുടങ്ങിയേക്കുവാണ്. പക്ഷേ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് മെയിൻ കാര്യം എനിക്ക് പറയാനുള്ള ആദിലയുടെയും അനീഷിൻ്റെയും കേസ് ഡിസ്കസ് ചെയ്ത ഒരു വിഷയമാണ്. ആദിലയും അനീഷിൻ്റെയും കേസ് ഡിസ്കസ് ചെയ്തു. പക്ഷേ എനിക്ക് മനസ്സിലായില്ല അത് എന്ത് രീതിയിലാണ് അത് ഡിസ്കസ് ചെയ്ത് വിട്ടത്. അതിൽ അങ്ങനെയാണോ, അതുകൊണ്ട് നമ്മൾ സഹിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്? അല്ല, എനിക്ക് നൂറ സഹിച്ചോളാന്ന് പറഞ്ഞു. നൂറ സഹിച്ചോട്ടെ, അവന് ബിഗ് ബോസ് ടീം എന്തിനു സഹിക്കണം? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. ബിഗ് ബോസ് എന്തിനു സഹിക്കണം? അനീഷ് എന്തിനു സഹിക്കണം? അതിലേക്ക് സ്നേഹം വന്നാൽ അതിലെ മുതുകിനിട്ടടിക്കുമോ? അത് നമുക്ക് സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് ടീമിൽ ഇനി അടുത്ത് വരുന്ന ആൾക്കാർ സ്നേഹിക്കുമ്പോൾ അങ്ങനെ സ്നേഹിച്ചാൽ മതിയോ? ഇത് ശരിക്കുണ്ടല്ലോ, ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടാണല്ലോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പല ഇഷ്യൂസും. ചില ഇഷ്യൂസ് ഭയങ്കര സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഇഷ്യൂസ് വളരെ ലൈറ്റായിട്ട് എടുത്ത് കളയുവാണ്. ഇനി അങ്ങോട്ട് ലൈറ്റായിട്ട് എടുത്ത് കളഞ്ഞാൽ മതി എന്നാണോ? കാരണം ഈ സീസൺ എന്തായാലും കുളമായി. അപ്പോൾ പിന്നെ ഇനി ഞങ്ങളിട്ട് ബഹളം വെച്ചിട്ട് എന്തിനാ? ലാലേട്ടൻ ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തിനാ എന്ന് ചിന്തിച്ചിട്ടാണ് ബിഗ് ബോസ് ടീം ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ എന്തുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് അതിലോട് ചോദിച്ചില്ല? അതിലങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതവിടെ ന്യായീകരിക്കാൻ കുറേ ഫ്രണ്ട്സ് എന്നിട്ട് എന്നിട്ട് പറയുവാണ് അവൾക്ക് സ്നേഹം കൂടുമ്പോൾ അവൾ അങ്ങനെ ചെയ്യുന്നതാണ്. അനുമോൾക്ക് അത് ഇഷ്ടമാണ് അത്രേ. ആണോ അനുമോളെ? ആഹാ, അത് അത് നമ്മൾ കണ്ടില്ലല്ലോ. അനുമോളുടെ ബോയ് ഫ്രണ്ടൊക്കെ വന്നപ്പോൾ നമ്മൾ അതുപോലെ ഒന്നും കണ്ടില്ലല്ലോ. സ്നേഹം അങ്ങനെ അങ്ങനെ ലൈറ്റ് എടുക്കുവാണെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ ലൈറ്റായിട്ട് എടുക്കണം. മറ്റുള്ളവരോട് ലൈറ്റായിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് സ്വയം കാര്യം വരുമ്പോൾ മാത്രം വേറെ രീതി ചെയ്യുന്നത് തെറ്റാണ്. അപ്പം എനിക്ക് മനസ്സിലായത് അവർ ലാഘവത്തോടെ എടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കേസുള്ളൂ, അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കോംബോ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടത് ബിഗ് ബോസ് ടീമിൻ്റെ ഒരു ആവശ്യമായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഇത് ബിഗ് ബോസ് ടീമിൻ്റെ ആവശ്യമാണോ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കോംബോ നിലനിർത്തി പോകേണ്ടത്? ഷാനവാസിന് അത് നെസസറി ആണെന്ന് ഞങ്ങൾക്ക് കണ്ട മനസ്സിലാവും. ആസ് എ പ്രേക്ഷകർ എനിക്ക് മനസ്സിലാവും അനീഷിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അനീഷ് അതൊന്നും ഇല്ലാതെ 0 എന്ന് മുകളിലോട്ട് വന്ന ഒരാളാണ്. ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ ഒരു കോംബോ വേണം, എവിടെയെങ്കിലും ഒരു കോംബോ. ഒന്നില്ല അഭിലാഷിനൂടെ പോയി നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ പോയി നിൽക്കും. അപ്പോൾ ഇപ്പം അനീഷിനൂടെ നിൽക്കുവാണ്. ആ അനീഷിൻ്റെ കോംബോ ഷാനവാസിനുണ്ടെങ്കിൽ പോസിറ്റീവായി മാറും എന്ന് ഏഷ്യാൻ ടീമിനും മനസ്സിലായി, ബിഗ് ബോസ് ടീമിനും മനസ്സിലായതുകൊണ്ട് അത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുവാണ്, ഇത് വെറും ഷാനവാസിൻ്റെ പ്രൊമോഷന് വേണ്ടി പോയാണ്. കാരണം ഇന്നത്തെ ലൈവിൽ അനീഷിൻ്റെ ബ്രദർ കോംബോയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതും ബിഗ് ബോസ് അവിടെ നിർത്തിച്ചു. അനീഷ് എനിക്ക് ഉറപ്പാണ് അത് കോംബോ നെഗറ്റീവ് ആണെന്ന് ചെറുതായിട്ട് പറയാൻ, നെഗറ്റീവ് അല്ല, പുള്ളിക്കാരൻ ഇഷ്ടമല്ല എന്തോ പറയാൻ വന്നു. കോംബോ പുറത്ത് നല്ലതാണ് പക്ഷേ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവിടെ നിർത്തിച്ചു. എന്തുകൊണ്ട്? അനീഷിന് അവിടെ അത് മനസ്സിലായ അനീഷോട് ഗെയിം മാറ്റും. പിന്നെ അനീഷൊരു കാര്യം ഉണ്ടായിരുന്നു, ഇന്ന് അനീഷ് ഫുള്ള് ഔട്ടായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പുള്ളിക്കാരൻ ഒന്നുമേ കത്തുന്നില്ല. അവിടെ ഇരുന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ബിഗ് ബോസിനോട് എത്ര പ്രാവശ്യം ഞാൻ ഹാപ്പിയാണ്, താങ്ക് യു ബിഗ് ബോസ്, ഇത് തന്നെ പറഞ്ഞു. അനീഷിൻ്റെ അതേ റിപ്പീറ്റേറ്റീവ് മോഡിൽ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അനീഷിൻ്റെ അമ്മ അവിടെ പറഞ്ഞു പല പ്രാവശ്യം, നീ ആദ്യം വന്ന പോലെ ഗെയിം കളിക്കൂ എന്ന് പറഞ്ഞു. അത് കത്തിയിട്ടുണ്ടാവില്ല. കാരണം അനീഷ് അവിടെ ഭയങ്കര സോൺ ഔട്ടായി. അനീഷ് സോൺ ഔട്ടാണ്, വേറൊരു സ്വപ്ന ലോകത്തേക്ക് പോയി. അനീഷ് ആ റിയാലിറ്റിയിൽ നിന്നില്ല. ഓഫ് കോഴ്സ് പാരൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും, നമുക്കത് മനസ്സിലാവും. പക്ഷെ അനീഷോടെ കംപ്ലീറ്റ് സോൺ ഔട്ട് ആയിരുന്നു. അപ്പോൾ അനീഷിൻ്റെ ബ്രദർ പറയാൻ ഉദ്ദേശിച്ചത് കമ്മ്യൂണിക്കേഷൻ അവർക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബോഡി ലാംഗ്വേജോ ചെറിയൊരു ഹിൻ്റൊക്കെ വെച്ചിട്ടായിരിക്കും. അതൊന്നും കേൾക്കാൻ അനീഷിന് പറ്റിയിട്ടില്ല. അനീഷ് അവിടെ കംപ്ലീറ്റ്ലി അവിടെ എല്ലാം അടച്ചിട്ട് എവിടെയോ ഒരു സ്വപ്നലോകത്ത് ആയിപ്പോയാലോ എനിക്ക് തോന്നി. അപ്പോൾ അനീഷിൻ്റെ അമ്മ അത് പറയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ മനസ്സിലായില്ല. പക്ഷെ ബിഗ് ബോസ് അവിടെ തടഞ്ഞിട്ടുണ്ട് അനീഷിൻ്റെ ബ്രദറിന്. എന്തുകൊണ്ട്, ഏതാണ് ഫേവറേറ്റ്, ഇവിടെ വേറെ ആരാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പം കോംബോൻ്റെ കാര്യം പറഞ്ഞ്, പക്ഷേ എനിക്കെന്ന് പറഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നിർത്തിച്ചു. അതിനുള്ള ബ്രദർ പറഞ്ഞത് അനീഷിൻ്റെ ഷാനവാസിന് ഇഷ്ടമെന്നല്ല പറഞ്ഞത്, ആര്യന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഗെയിമർ എന്നുള്ള നിലയിൽ ആര്യന് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്.
ആര്യൻ നല്ലൊരു ഗെയിമറാണ്, പക്ഷെ കുറച്ച് ബുദ്ധി ചിന്തിക്കുന്ന രീതി വേറെ ആയതുകൊണ്ട് ആര്യനുള്ള പ്രശ്നമാണ്. ആര്യനുള്ളത് എപ്പോഴും ഇന്നും ആ ടാസ്കിൽ കണ്ടല്ലോ, അത് ഞാൻ വരാം, ക്യാപ്റ്റൻസി ടാസ്കിൽ വരാം, അത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് കാര്യം പറയാനുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനിയും ആ കോംബോ അടുത്ത എപ്പിസോഡുകളിലും ലാലേട്ടൻ വരുമ്പോൾ ഒക്കെ കുറച്ചും കൂടി അനീഷിലേക്ക് കുത്തി വെച്ച് കൊടുക്കുവാണ്. അവർക്ക് ഷാനവാസിനെ മുകളിലോട്ട് കൊണ്ടുവരണം. ഒബ്വിയസ്ലി ഏഷ്യാനെറ്റിൻ്റെ സീരിയലിലൊക്കെ നടന്ന ഒരാളാണ്. അപ്പം ആ ഒരു സംഭവമുണ്ട്. എന്തായാലും ഏഷ്യാനെറ്റ് ഇത്ര നാളായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളും ചെയ്തിട്ടില്ല. അവരുടെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറവായിരുന്നു. ഇനി ചിലപ്പോൾ സാധ്യതയുണ്ട്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ വളരെയധികം നടക്കാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അവരുടെ ആൾക്കാരെ വിന്നറാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്, ബാക്കിയുള്ളവരെ ഔട്ടാക്കാൻ നോക്കാറുണ്ട് ബിഗ് ബോസ് ടീം തന്നെ. എനിക്കിപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അനീഷിൻ്റെ ആ ഒരു ഫെയിം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കോംബോ കളിച്ചിട്ട് ഷാനവാസിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് റിവ്യൂവിൽ പറയുന്നത്. അത് കറക്റ്റായി നോക്കിക്കോ. ഇനി അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എന്തിനാണ് ഷാനവാസ്, കഴിഞ്ഞ ആഴ്ച ഷാനവാസ് ശരിക്കും നല്ലൊരു ഫ്രണ്ടായിരുന്നോ അനീഷിൻ്റെ? അല്ല, അത് നമുക്ക് കണ്ടവർക്കൊക്കെ മനസ്സിലാവും, ഓഡിയൻസിന് മനസ്സിലാവും ഷാനവാസ് വാസ് നോട്ട് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും ലാലേട്ടൻ വന്നിട്ട് അവിടെ ഭയങ്കര സുഹൃത്ത് ബന്ധം അങ്ങോട്ട് ഉറപ്പിച്ച് കൊടുക്കലാണ്, അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. അപ്പം എല്ലാം തിരിച്ച് അനീഷിന് എഗെയിൻസ്റ്റ്, അനീഷിന് അതൊരു ബെനിഫിറ്റ് ഇല്ലാത്ത തരത്തിലാണ് ഇവർ അവതരിപ്പിക്കുന്ന കാര്യം. ഷാനവാസിന് അതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് താനും. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അവരുടെ സ്ക്രിപ്റ്റ്. അപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും കൂടി തോന്നണം സ്ക്രിപ്റ്റഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഇങ്ങനൊരു അല്ലെങ്കിൽ പിന്നെ എന്തിന് കഴിഞ്ഞ ആഴ്ചത്തെ ഇഷ്യൂവിൽ ഷാനവാസ് കാണിച്ചത് ഏത് നല്ല ഫ്രണ്ടാണ് നമ്മളോട് ചെയ്യുക? അങ്ങനത്തെ നല്ല ഫ്രണ്ട് നമുക്ക് വേണോ? അതാണോ നല്ല ഫ്രണ്ട്? ഒരു ദിവസം മൊത്തം ഒരാളിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ട് അയാളെ വിഷമിപ്പിച്ചിരുത്താൻ അയാൾക്ക് പറ്റിയെങ്കിൽ അത് എന്ത് നല്ല ഫ്രണ്ടാണ്? അയാളെ നല്ല സുഹൃത്ത് എന്ന് പറയാനായിട്ട് അത് നമ്മളത്ര മണ്ടന്മാരല്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്ക്രിപ്റ്റ് രീതിയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഷാനവാസ് മുകളിലോട്ട് കയറാനാണ്, അനീഷിനെ വെച്ചിട്ട് അവരെ ഷാനവാസിനെ മുകളിലോട്ട് കയറ്റാം, അതാണ് ഇവിടുത്തെ കാര്യം എന്നാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ തുറന്ന് പറയുവാണ്, എനിക്ക് മനസ്സിലായത്. ഇനി അടുത്ത ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ടീമിൽ ഇപ്പം വീക്ക്ലി ഫാമിലി വീക്കാണല്ലോ. അപ്പോൾ ഫാമിലി വീക്ക് ഓറിയൻറ്റഡ് ആയപ്പോൾ ഓരോ ആഴ്ച ഇനി ഓരോ ദിവസം ഓരോരുത്തരുടെ പാരൻസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കയറുമായിരിക്കും, ഇതെല്ലാം കയറുമായിരിക്കും. അപ്പോൾ ഇന്ന് വന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇനി അതുകൂടാതെ നമ്മുടെ വന്നത് ബിന്നിയുടെ ഹസ്ബൻഡാണ് ഇന്ന് കയറിയിട്ടുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ബിന്നിയുടെ ഹസ്ബൻഡൊക്കെ ഒരാഴ്ചക്ക് നിൽക്കുന്നുണ്ട്. ഒരാഴ്ച നിൽക്കുമ്പം നമ്മൾ ഗെയിമേഴ്സിനെ കാണാനല്ലേ നിൽക്കുന്നത്, അല്ലാതെ അവരുടെ ഫാമിലി അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല. അത് മാത്രമല്ല ഹസ്ബൻഡൊക്കെ വന്നിട്ട് അവിടെ ബെഡിൽ പൂ വിരിച്ചിട്ടിരിക്കുന്നു. എനിക്ക് എന്തോ ഭയങ്കര ഒരു എന്തോ അരോചകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്നെ തോന്നി, എനിക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, പക്ഷേ എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. നിങ്ങൾ ഒരു ദിവസമൊക്കെ വന്ന് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അവരുടെ ഫാമിലിയായിട്ട് എങ്ങനെ അവർ ഇൻട്രാക്ട് ചെയ്യുന്നത്. 2-3 ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ ഇത് ഏത് ലെവലിലേക്കാണ് ബിഗ് ബോസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വേറെ കാര്യം. ഇനി അടുത്ത് നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബിന്നിയും നമ്മുടെ അനീഷുമായിട്ടുള്ളൊരു യുദ്ധമാണ് കാണിച്ചു തുടങ്ങിയത്. അത് വേറൊന്നുമല്ല, നമ്മുടെ കിച്ചൺ ഒരിക്കലും ക്ലീൻ അല്ലല്ലോ. ഈ ബിഗ് ബോസ് ഹൗസിലെ കിച്ചൺ ഒരിക്കലും ക്ലീൻ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ആദ്യത്തെ ദിവസം ഒഴികെ. ലാലേട്ടൻ കാണിച്ച കിച്ചണില്ല, ആ ഭംഗിയുള്ള കിച്ചൺ പിന്നെ ഞാൻ ഭംഗിയോടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നും അവർ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാതെ പോയി കിടന്നുറങ്ങുക. എങ്ങനെയാണ് അങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. ഞാൻ കുറേ സീസൺസ് കണ്ടുണ്ട്. 19ാമത്തെ സീസണാണ് ബിഗ് ബോസ് ഹിന്ദി നടക്കുന്നത് കേട്ടോ. 19ാമത്തെ സീസൺ, 7ാമത്തെ സീസണാണ് മലയാളം നടക്കുന്നത്. പല ബിഗ് ബോസ് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇത്ര വൃത്തിയായിട്ട കിച്ചൺ ഞാൻ കണ്ടിട്ടില്ല. ഈ സീസണിൽ മാത്രം ഞാൻ ഇത്ര മോശമായിട്ട് കണ്ടസ്റ്റൻസ് രാവിലെ എനിക്ക് ഭക്ഷണം പാകം ചെയ്യുന്നില്ല, വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നു, ഇത്ര അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ടീമിനെയും കൂടെ പറയേണ്ടി വരും. കാരണം അവരും കൂടിയാണ് റെസ്പോൺസിബിൾ. നേരത്തെ എണീപ്പിച്ച് നേരത്തെ ടാസ്ക് കൊടുത്ത് നോക്ക്, അവർ ഓട്ടോമാറ്റിക്കലി ആ റൂട്ടീനിലേക്ക് വന്നാനേ. അപ്പം ഇത്ര അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബിഗ് ബോസ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്, അത് ഞാൻ പറഞ്ഞിരിക്കണം. അതുകൊണ്ട് കിച്ചൺ ടീം മോശം, ഈ തവണത്തെ എല്ലാ കിച്ചൺ ടീമും മോശം. അപ്പോൾ അനീഷ് അവിടെ എനിക്ക് അത് ക്ലീൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബിന്നി വന്നിട്ട് അവിടെ സംസാരിക്കുകയാണ് ചെയ്യുക. അവിടെ ഒരാൾ ക്ലീൻ ചെയ്തു, അയാൾക്കൊരു അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞ് തീർക്കേണ്ട സ്ഥലത്ത് ഒച്ചെടുക്കുവാണ്. നിങ്ങൾ എന്തിന് ക്ലീൻ ചെയ്തു എന്ന് ചോദിച്ചിട്ട്.
അവിടെ പോയി ബിന്നി അവിടെ റോങ് ആണ്, കംപ്ലീറ്റ്ലി റോങ് ആയി. അനീഷ് അത് ചെയ്തു, അനീഷ് അത് പറഞ്ഞു. അപ്പം സോറി, ആ സമയം ലക്ഷ്മി വന്നിട്ട് പറഞ്ഞല്ലോ സോറി ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ ചെയ്തില്ല, ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് മതി, ബിന്നി അവിടെ തെറ്റി, ബിന്നി അവിടെ റോങ് ആയി. പിന്നെ ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒനിയിൽ ക്യാപ്റ്റൻസി, എന്തിനാണ് ക്യാപ്റ്റൻസി? നിങ്ങൾ ഒരു വീട് മാനേജ് ചെയ്യേണ്ടതല്ലേ? അവിടെ ആരെങ്കിലും ജോലി ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? ചെയ്യണം, ചെയ്യാതെ എന്താണെന്ന് ചോദിക്കണ്ടേ? പക്ഷെ അതിന് പകരം വെറുതെ നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടിയാണോ ക്യാപ്റ്റൻസി യൂസ് ചെയ്യുന്നത്? എല്ലാവരും തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ആ പവർ യൂസ് ചെയ്തിട്ട് ആ വീട് മാനേജ് ചെയ്യണോ അങ്ങനത്തെ കേപ്പബിലിറ്റി ഒന്നും ആർക്കുമില്ല. അപ്പം അതും ഒനിയിലും ഫെയിലിയർ. പിന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് വന്നത്. അതിലറിയാലോ, ബിന്നിയുണ്ട്, ആര്യനുണ്ട്, അക്ബറുണ്ട്. എല്ലാവർക്കും ബിന്നി ആവണമെന്നാണ് ആഗ്രഹം, വേറെ ഒന്നും ഉണ്ടല്ല. ഇമ്മ്യൂണിറ്റി ഓൾറെഡി ബിന്നിക്കുണ്ട്, ഇനി ഒരു ഇമ്മ്യൂണിറ്റി കൂടി പോകണ്ട. ആ ഒരു തോട്ട് പ്രോസസ്സ് തന്നെയാണ് ഒനിലിൻ്റെ ഒക്കെ തലയിൽ കൊണ്ട് നടക്കുന്നത്. അത് തന്നെയാണ് ആദില, നൂറ എല്ലാവരുടെയും ആഗ്രഹം. അത് തന്നെയാണ് നമ്മുടെ അനുമോളുടെ ആഗ്രഹം. ആരും ഇവിടെ മഹാനൊന്നുമല്ല. എല്ലാവരും ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആയിട്ട് അവർക്ക് ബിന്നി തന്നെ ആയിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നോമിനേഷൻ വേറെ ആർക്കും പോകത്തില്ലല്ലോ, പിന്നെ നോമിനേഷൻ ഫ്രീ വേറെ ആരും ആവത്തില്ലല്ലോ, ക്യാപ്റ്റനല്ലേ ആവുള്ളൂ, അപ്പോൾ ബിന്നി ആവട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പം അതിലെന്താണ് ക്യാപ്റ്റൻ എന്നുള്ളത് അത് എഴുതണം അല്ലേ? ഇതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത്, ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടെ ഈ ആര്യൻ എന്താലോചിച്ചിട്ടാണ് ഒരു ടാസ്ക് കളിക്കാൻ പോകുന്നത്? ഒരു സാധനം കേൾക്കില്ല. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ആ എൻ ലെറ്റർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ്. അത് ലാസ്റ്റായിട്ട് പുള്ളിക്കാരൻ തപ്പുന്നു, നേരത്തെ കഴിഞ്ഞു. എന്നിട്ട് ബിന്നി എടുത്ത് വെച്ചിട്ടില്ല, പുള്ളിക്കാരൻ തപ്പുന്നു. എന്താ ഞാൻ ഈ പറഞ്ഞ ആര്യൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. ആര്യന് ഒന്നുമേ ശ്രദ്ധയില്ലാതെ കളിക്കും. ജീവിതം മൊത്തം ഈ കളി, ഈ ബിഗ് ബോസ് ഹൗസ് മൊത്തം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇതന്നെയായിരിക്കും ആര്യൻ്റെ പ്രശ്നം. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടെങ്കിൽ ആര്യൻ അത് മനസ്സിലാക്കി കളിച്ചാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. സത്യമായിട്ട് ഞാൻ പറയുവാണ്. ആര്യൻ അതുകൊണ്ട് മാത്രമാണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക് തോറ്റത്. അത് തോറ്റ് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് സന്തോഷം. കാരണം വെച്ചാൽ നോമിനേഷൻ ഫ്രീ വേറെ ആരും ആവില്ലല്ലോ, ബിന്നിയല്ലേ ആവുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വണ്ടർഫുൾ. അത് ആ ഒരു ഹാപ്പിനെസ്സാണ് അവിടെ ഞാൻ കണ്ടത് കേട്ടോ. അല്ലാതെ വേറെ ഒരു നല്ലൊരു വലിയ എന്താണ് ശരിക്കും ബിന്നിയോട് ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നുമല്ല. അത് എനിക്ക് അവിടെ കണ്ടത്. അവിടെയൊക്കെ കുശുമ്പും കുനിഷ്ടം മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു സംഭവമുണ്ട്, അതാണ് ഏറ്റവും കോമഡി. അത് വരാം. ഇനി ഇതതിനാണ് വീക്ക്ലി മറ്റേ ഫാമിലി വീക്ക് തുടങ്ങുന്നതും ഷാനവാസിൻ്റെ വൈഫും മോളും കയറുന്നതും. മോള് നല്ല മിടുക്കി കുട്ടി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടി. അവർ രണ്ടും കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അമ്മയും ബ്രദറുമാണ് കയറുന്നത്. അപ്പോൾ ഇവർക്ക് അതിന് മുമ്പ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അനീഷിന് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അനീഷിന് അണ്ടർ പ്രഷർ പെർഫോമൻസ് വളരെ നേരത്തെ ഇതുപോലെ തന്നെ ഒരു ടാസ്ക് അനീഷിൻ്റെ പെർഫോമൻസ് സമയത്ത് ഇതായിരുന്നു. നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഇവർക്ക് എല്ലാം കൂടി ടീം അപ്പ് ചെയ്തിട്ട് ടാസ്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തില്ലേ? അതിലും അനീഷ് ടാസ്കുകൾ ഒരുപാട് കളിച്ചിട്ടില്ല. അങ്ങനത്തെ അണ്ടർ പ്രഷർ കളിക്കുമ്പോൾ പുള്ളിക്കാരന് കുറച്ച് അങ്ങനെ അത് ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ബിന്നിയാണ്. എത്ര പ്രഷർ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി സമാധാനത്തോടെ ഇന്ന് കളിക്കാറുണ്ട്. അതെടുത്ത് പറഞ്ഞേ പറ്റൂ. പക്ഷേ ഇവിടെ പുള്ളിക്കാരന് അത് കളിക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഫോട്ടോ പോലും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ ആലോചിച്ചത്, എന്താണ് അമ്മയുടെ ഹൈറ്റൊക്കെ ശരിക്കും അത് കണ്ടാൽ മനസ്സിലാവും ഹൈറ്റ്. അതെന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരന് ചെയ്യാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ പറയുന്ന ആ ഫോട്ടോ ഡിവോഴ്സിൻ്റെ സമയത്ത് ആയതുകൊണ്ടുള്ള ഫോട്ടോ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയണേ ഈ ഫോട്ടോ ബിഗ് ബോസിന് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവണമല്ലോ, അല്ലാതെ വെറുതെ നിങ്ങളുടെ സമ്മതം ഇല്ലാതെ എവിടെ നിന്നെങ്കിലും ഫോട്ടോ എടുത്ത് ബിഗ് ബോസ് പ്രസൻറ്റ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ. എനിവേ അനീഷിന് പറ്റിയില്ല. കുറേ സ്ട്രഗിൾ ചെയ്ത ശേഷമാണ് അനീഷ് നിന്ന് പോകുന്നത്. പോകുന്നതിന് ശേഷം പുള്ളിക്കാരൻ നോർമലി അല്ല, പുള്ളിക്കാരൻ ഭയങ്കര ഒരു വേറൊരു ലോകത്തിലാണ്. അതായത് ശരിയാണ്, നോർമലായിട്ടുള്ള ഹ്യൂമൻ, അതായത് സെലിബ്രിറ്റി ഒന്നും അല്ലാത്തൊരു ആൾ ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയൊരു സ്വപ്നമായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് ഓർക്കണ്ടേ? അവിടെ അമ്മയൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും പുള്ളിക്കാരൻ കേൾക്കാൻ ശ്രമിക്കുന്നില്ല. എനിക്കതിങ്ങനെ തോന്നി കേട്ടോ. പുള്ളിക്കാരി ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട്, പക്ഷെ ചെറുതായിട്ട് പറയുന്നതും കേൾക്കുന്നില്ല. അപ്പം അവിടെ അനീഷിൻ്റെ ഗെയിം ഇനി ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഇവരിങ്ങനെ അടുത്ത ആഴ്ച ഇനി അനീഷിനെയും ഷാനവാസിനെയും ഇങ്ങനെ വെച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്നു പറയില്ലേ, അങ്ങനെ കൊണ്ടുപോകും. മുഴച്ചിരിക്കും. അല്ലാതെ നമുക്ക് ആത്മാർത്ഥതയായിട്ട് അത് അങ്ങ് ആ ബോണ്ട് ഫീൽ ചെയ്യുന്നില്ല. അത് വരുവാണെങ്കിൽ നല്ലത്, നോക്കാം. നമുക്ക് ആസ് ഓഡിയൻസ് ശരിക്കും അത് ഫീൽ ചെയ്യും. ആത്മാർത്ഥത കുറവ്, അത് ഷാനവാസിൻ്റെ സൈഡിൽ നിന്നാണ് കുറച്ച് കുറവ്.
അത് ഇന്ന് ഷാനവാസ് ആ നോമിനേഷനിൽ കാണിക്കുന്നുണ്ട്, ഞാൻ പറയാം, അതും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം പോവുകയാണ്. എല്ലാം ആ മോള് നല്ല മിടിക്കുകയാണ്. നിവിൻ്റെ കൂടെയൊക്കെയാണ് ആ കുട്ടി കളിച്ചതൊക്കെ കേട്ടോ. നിവിനായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് പുള്ളിക്കാരി കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്ത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ സ്ഥലം വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആദിലയോട് അക്ബർ ഒരു കമൻ്റ് എടുക്കുന്നത്. അത് എന്തിനാണ് അക്ബർ അങ്ങനെ കോമഡി രീതിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ആണെങ്കിൽ ദിയാസിന വരുമല്ലേ എന്ന് പറഞ്ഞു. അത് അവർക്ക് വിഷമമായി കാണും. അതാണ് ആദില പോയി കരഞ്ഞത്. പക്ഷേ ആദില ആൾക്കാരോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നും കൂടി ആലോചിക്കണം. അത് ബിഗ് ബോസ് ടീം പറഞ്ഞു തന്നിട്ടില്ല. കണ്ടിരിക്കുന്ന ഞങ്ങൾക്കും കൂടി സ്നേഹം തോന്നണ്ടേ? ഇങ്ങനത്തെ വലിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളുടെ സ്നേഹം കുറയ്ക്കാനാണോ, നിങ്ങളുടെ സ്നേഹങ്ങൾ കൂട്ടാനാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ആക്സെപ്റ്റൻസ് കൂട്ടാനാണോ നിങ്ങൾ വന്നത്? അതും കൂടി ആലോചിച്ച് അതിലെ നൂറേയും കളിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിന്നിയുടെ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം ചോദിച്ചു നോമിനേഷനിലേക്ക് വന്നപ്പം. അപ്പോൾ നോമിനേഷനിൽ എന്തായാലും ബിന്നിക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ ക്യാപ്റ്റൻസി ഉള്ളതുകൊണ്ട് ഇമ്മ്യൂണാണ്. ഇനി നമുക്ക് ഇമ്മ്യൂണിറ്റി ആർക്കും കൊടുക്കാൻ പറ്റൂ എന്ന് ലൈക്ക് ഷി ഹാസ് എൻ ഓപ്ഷൻ ടു ഗീവ് ഇറ്റ് ഓഫ്. പക്ഷേ പുള്ളിക്കാരി കൊടുക്കുമോ? ബിന്നി കൊടുക്കത്തില്ലല്ലോ. ഇവരൊക്കെ ഒരേ ജാതിയല്ലേ. നമ്മുടെ അനുമോളും ബിന്നിയും ആർക്കും കിട്ടരുത്, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള തോട്ടിൽ തന്നെ ബിന്നി കൊടുത്തില്ല. ബിന്നി അവിടെ ചെയ്തത്, ബിന്നിക്ക് കിട്ടിയൊരു ചാൻസ്, ഗെയിം കളിക്കാനുള്ള ചാൻസ്, എന്തോ ആയിക്കോട്ടെ, യു കുഡ് ഹാവ് പ്ലേഡ് എ ഗെയിമിന് അല്ലേ. ആ നോമിനേഷനിലൊരു ഗെയിം ചേഞ്ചിങ് ചെറിയൊരു സ്ട്രാറ്റജി കൊണ്ടുവരാനെന്നല്ലോ, എന്തെങ്കിലും അല്ലേ. ഒരാളെ നോമിനേഷൻ ഫ്രീ ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാനെ അല്ലേ. അങ്ങനെയൊന്നും ചെയ്തില്ല. കളിക്കാവുന്ന ഗെയിംസ് നമ്മൾ ഇട്ട് തരുമ്പോൾ അത് പിടിച്ചോളണം. അതെന്തോ ആയിക്കോട്ടെ, ബിന്നി ഇന്ന് ചേഞ്ച് ചെയ്തു എന്ന് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുക്കുക ഓഡിയൻസിലേക്ക്, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ബിന്നി എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ ഇമ്മ്യൂണിറ്റി ഇല്ലാതെയായി, വെറുതെ വേസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നോമിനേഷൻ വന്നത്. നോമിനേഷൻ വന്നപ്പോൾ എല്ലാം കോമഡി, എല്ലാം തിരിഞ്ഞു. എല്ലാവരും വിചാരിച്ചു എല്ലാവരും നോമിനേറ്റഡ് ആവുന്നു. നോക്കിയപ്പോണ്ടാ ഇവരാരെയാണോ നോമിനേഷൻ ഫ്രീ ആക്കണ്ട എന്ന് വിചാരിച്ചിരുന്നത്, അവരൊക്കെ നോമിനേഷൻ ഫ്രീ ആയിരിക്കുന്നു. ആരാണ് മെയിൻ രണ്ടാൾക്കാർ? ആരാണ്? അക്ബറും ആര്യനും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ ചെയ്താണ്ടല്ലോ വന്നു ചേരേണ്ട വന്നിടത്തേ വരുള്ളൂ. അതവർക്ക് വിധിച്ചിട്ടുള്ള അങ്ങനെയായിരുന്നു. അവരങ്ങനെ നോമിനേഷൻ ഫ്രീ ആയി. ആരും ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ആളായിരുന്നു. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ആര്യന് ശരിക്കും ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ആളായിരുന്നു ആ 2 ബോട്ടിലിൻ്റെ കേസിൽ. അത് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ കിട്ടി. പിന്നെ അതുപോലെ അക്ബറിന് ശരിക്കും പറഞ്ഞാൽ ബിന്നിയായിട്ട് കളിച്ചപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നി അക്ബറാണോ ബിന്നിയാണോ കണ്ണടച്ചതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് അക്ബറിന് കിട്ടേണ്ടത് ഇപ്പം അക്ബർ നോമിനേഷൻ ഫ്രീ ആയി, നോമിനേഷൻ ഫ്രീ ആയി. അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്ക്, ഇത് ചില സമയത്തൊക്കെ എനിക്ക് തോന്നും എവിടേക്കോ ഒരു പവർ ഉണ്ടെന്നോ, എവിടേക്കോ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയോ. അപ്പോൾ എന്തായാലും അതുകൊണ്ട് അതിന് ശേഷം അവരുടെ മുഖം വല്ലാതിരിക്കണം. അപ്പോൾ നോമിനേഷൻ ആയത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. നോമിനേഷൻ ആയത് നമ്മുടെ ജിസിൽ, ഫോർ ഷുവർ ജിസിൽ നോമിനേറ്റഡ് ആവുമല്ലോ, എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജിസിൽ നോമിനേറ്റഡ് ആയി, സാബുമാൻ നോമിനേറ്റഡ് ആയിട്ടുണ്ട്, അനുമോൾ നോമിനേറ്റഡ് ആയിട്ടുണ്ട്, ആദില, നൂറ, നെവീൻ, ലക്ഷ്മി, ഇവരാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്, 5 വോട്ട്. ആ വോട്ട് സ്പ്ലിറ്റ് കൊണ്ടാണ് ബാക്കി 2 പേരും വോട്ടിൽ വരാഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഓപ്പൺ നോമിനേഷൻ ആണെങ്കിൽ എല്ലാവരും വന്നേനെ. ഇത് ക്ലോസ് നോമിനേഷൻ വെച്ചുകൊണ്ടാണ് അവർ അക്ബറും ആര്യനും രക്ഷപ്പെട്ടു പോയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്കൊരു വല്ലാത്തൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നതേ. അപ്പോൾ അതിൻ്റെതായൊരു വിമിഷ്ടം അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നത് കേട്ടോ. ബിന്നിയുടെ ഹസ്ബൻഡ് വരും, ഓക്കെ വന്നു. ഇനി എനിക്കറിയണോ അതിനെക്കുറിച്ചൊന്നും റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. ബിന്നിയുടെ ഹസ്ബൻഡ് വന്നു, ഓക്കെ, അവർ കിടക്കുന്നു, അവർ പരസ്പരം സംസാരിക്കുന്നു. അത് നമ്മൾ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അനുമോളും ആര്യനുമായിട്ടൊക്കെ കുറേ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. അനുമോൾ ഇതുവരെ ആ പുതപ്പിൻ്റെ വിഷയം വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെയും പിടിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഒനീലും അഭിലാഷൊക്കെ ആ വിഷയങ്ങൾ എടുത്ത സ്ഥിതിക്ക് അവർ പ്രോബ്ലം എന്താണെന്നറിയോ അനുമോളെ? അവരെ ഇഷ്ടപ്പെടാതിരിക്കുക അതൊന്നും ഒരു പ്രശ്നമല്ല. അനുമോൾ പറഞ്ഞ കാര്യത്തിലാണ് പ്രശ്നം. അവർ പുതപ്പിനിടയിൽ ഉമ്മ വെച്ചു എന്നോ അതൊക്കെ പറയാനായിട്ട്, അതാണ് ലജ്ജകരമായിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലാതെ അവർ ചെറുപ്പക്കാരാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. ഓക്കെ, അവരുടെ പുതപ്പിനിടയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ നോക്കേണ്ടത്. അതല്ല നല്ലൊരു സ്വഭാവം.
അതാണ് പ്രശ്നം. അതാണ് അനുമോൾക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അനുമോളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർ തമ്മിൽ അഫെയർ ഉണ്ടോ ഇല്ലെന്നാണ് നമ്മൾ തോട്ടുന്നത്. അതല്ല, അനുമോൾ പറഞ്ഞ കാര്യത്തിലാണ് നമുക്ക് എതിർപ്പ്. അതെന്തിനു നിങ്ങൾ അന്വേഷിക്കണം? ഇപ്പോഴും അവർ അഫെയർ ആണോ ആവോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആവാം, ഇല്ലെങ്കിൽ വേണ്ട, അവരെന്തോ ചെയ്തോട്ടെ. നിങ്ങൾക്ക് അവരുടെ ഗെയിം ഇഷ്ടമാണെങ്കിൽ വോട്ട് ചെയ്യുക, വോട്ട് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കുലസിത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാളെ ഇൻസൾട്ട് ചെയ്യാനും ഒരാളുടെ ക്യാരക്ടർ അസസിനേഷൻ ചെയ്യാനും ഒരാൾക്കും അധികാരമില്ല. അതാണ് അവിടത്തെയാണ് വിഷയം. അതാണ് വിഷയം അനുമോൾ. അത് അനുമോളിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെയും ആ വിഷയം എടുത്തുകൊണ്ട് വരാണെങ്കിൽ അനുമോൾ നാറും എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അത് കൊണ്ടുവരാതിരുന്ന അനുമോൾക്ക് നല്ലത്. അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് നടന്നിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡിൽ. ഇനി നാളെയൊക്കെ ആരുടെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇനിയും വരുമായിരിക്കും. എല്ലാ ഫാമിലി വീക്ക് തന്നെ ഇന്ന് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് നോക്കാം. എന്തായാലും അനീഷിൻ്റെ ഗെയിം ഒരു വകയ്ക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു കോപ്പണർ നല്ല രീതിയിൽ വന്നപ്പോഴും അതും ശരിയാവുന്നില്ല അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഇതെന്തായാലും ഷാനവാസിനെ പൊക്കിക്കൊണ്ടുവരാനുള്ളതാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി അടുത്ത വീക്കെൻഡിലൊക്കെ ഇതേപോലെ തന്നെ കൊണ്ടുവരുവാണെങ്കിൽ അത് ഉറപ്പിച്ചോ, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.